ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ടെർബോ എന്ന സിനിമയുടെ സെക്കൻഡ് പാർട്ടാണ്. ഓൾറെഡി നമ്മൾ ഫസ്റ്റ് പാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണാത്തവരാണെങ്കിൽ മസ്റ്റായി പോയി കാണുക. എന്നാൽ മാത്രം നമുക്ക് ഈ സിനിമയുടെ കണ്ടിന്യൂസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ സമയം കാര്യങ്ങളൊന്നും കളയുന്നില്ല, ഡയറക്റ്റ് വീട്ടിലോട്ട് കിടക്കണം കേട്ടോ. ഇവിടുത്തെ ജയിലിനെക്കാട്ടി ഭേദമാണ് ജോസേട്ടാ ഇവിടുത്തെ പെരുവഴി. ജോസേട്ടാ ഇവിടെ വന്നാൽ എന്തായാലും പോലീസ് അറസ്റ്റ് ചെയ്യും. 15 ദിവസം റിമാൻഡ് ചെയ്യുകയും ചെയ്യും. അറസ്റ്റ് ചെയ്യാനോ? അത് ഞാനുണ്ടായത്. പോലീസിനോട് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങി പോന്നാ. എന്താ ജോസേട്ടേക്ക് എന്നെ കാര്യം പറഞ്ഞാൽ മനസ്സിലാവാതെ? ഇതുകൊണ്ടൊന്നും പ്രശ്നം തീർത്തില്ലെന്നേ. FIR ഇട്ടേക്കുന്ന വീട് കയറി ആക്രമിച്ചതിനും കൂടാ ഭവനവേദനവും വധശ്രമവും ജാമ്യമില്ലാത്ത വകുപ്പാ. ആ മിലിറ്ററി വഴി SP വഴിയുള്ള പ്രശ്നം വേറെ. അയ്യോ, ഇതെല്ലാം പുരുഷാണോ? എന്നാണെന്ന് പറഞ്ഞാൽ ഇത് നാളെ കാലത്ത് വരെ ജോസേട്ടാ ഇങ്ങോട്ട് വരികയാണല്ല. ഏത് നേരത്താണോ എനിക്ക് തൊട്ട് ചോദ്യമാകാറ്? This is the time you come to the office, Jerry. You are the branch manager. What's your explanation? You're not going to give me all this kind of nonsense. What the hell have all of you been doing here? അവളെന്തോ പറയാൻ നിൽക്കണം കേട്ടോ. എന്തോ ഒരു സംഭവം ഉണ്ട് അവളുടെ. ആ കാശ് തിരിച്ചിട്ടേക്ക് ചോദിച്ചു. നിന്റെ പാസ്കി ഉപയോഗിച്ചാണ് 70 ലക്ഷം രൂപ ഈ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. അത് ഓൺലൈനായി അല്ല, മാനുവലായിട്ടാ. പിടിച്ച ജീവിതകാലം മുഴുവനകത്ത് കിടക്കേണ്ടി വരും. നിന്റെ തമാശകളിയല്ല. നിനക്കറിയില്ല. എടാ, നീ പെരുന്നാൾ കൂടെ ലീവിലായിരുന്നപ്പോ ഒരു ഫാമിലി വന്നിരുന്നു. ഏതോ ഒരു ടയർ കമ്പനി ഡിസ്ട്രിബ്യൂട്ടർ വെങ്കിടേഷ്. ഫസ്റ്റ് മരിച്ചില്ലേ ഈ കുടുംബം അവരിട്ടോ. எங்க அப்பா இறந்து 8 வருஷம் ஆச்சு. ஆனா நேத்து நைட்டு 70 lakhs உங்க அப்பா அக்கௌண்ட்ல இருந்து வேற அக்கௌண்ட்டுக்கு மணி ட்ரான்ஸ்ஃபர் ஆன மாதிரி பேங்க்ல இருந்து மெசேஜ் வருது. உங்க பேங்க்ல இருந்து இதுக்கு முன்னாடி எந்த மெசேஜும் வந்தது இல்ல. ഇൻഫാക്ട് എங்க அப்பா അവരുടെ അച്ഛൻ അങ്ങനെ ഒരു അക്കൗണ്ടിലുള്ള കാര്യം അവർക്ക് അറിയില്ലായിരുന്നു. ഒരു സെന്റിമെന്റ്സിന്റെ പുറത്താണ് അവർ അച്ഛന്റെ ഫോൺ സൂക്ഷിച്ചു വെച്ചത്. ആ ഫോണിലേക്കാണ് ബാങ്കിന്റെ മെസ്സേജ് വന്നത്. ഇറ്റ്സ് സ്ട്രേഞ്ച്. 1 മണി നേരത്തിൽ 10 ട്രാൻസാക്ഷൻ, 7 ലക്ഷമാ 70 ലക്ഷം. ஆமா மேடம், அது பார்த்து தான் பேங்க் கிளம்பி வந்தோம். ഡീറ്റെയിലാ ഒരു കംപ്ലൈന്റ് എഴുതി കൊടുത്ത് ഞാൻ ഫോർവേഡ് പറഞ്ഞു. ഓക്കെ. ആ കംപ്ലൈന്റ് ഞാൻ അന്നേ സെക്ഷനിലേക്ക് ഫോർവേഡ് ചെയ്തിരുന്നു. പിന്നെ കോപ്പി വെച്ച് സിസ്റ്റത്തിൽ നോക്കിയപ്പോഴാണ് നിന്റെ പാസ്കി ഉപയോഗിച്ചിട്ടാണ് ആ ഫണ്ട് മാത്രം ട്രാൻസ്ഫർ ചെയ്തിട്ടില്ലെന്ന് ഞാൻ കണ്ടത്. പക്ഷേ ഫാമിലി പിന്നെ വന്നേ ഇല്ല. അവര് മരിച്ചില്ല, അവര് കൊന്നു. ഇല്ല, വേറെ ആരും വന്നിട്ടില്ല. இல்ல ജോസേട്ടായി എന്നാ വേണ്ട? എനിക്കൊരു അബദ്ധം പറ്റിയതാ. ചേട്ടായോട് ക്ഷമിക്കലടാ. അബദ്ധം? ജോസേട്ടായോട് ഞാൻ മിണ്ടണേ. മര്യാദ നിങ്ങളോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ കോൺഗ്രസ് എനിക്ക് തിരിച്ചു പോയിക്കോ. എനിക്ക് നാട്ടിലോട്ട് പോകാൻ ഒക്കത്തില്ല. എവിടെ മുഴുവൻ പോലീസാണേ. സ്വയം വരുത്തി വെച്ചാൽ ഞാനിപ്പോ ഓർമ്മ പോകും. പിന്നെ ഇവിടെ എവിടെയെങ്കിലും കേൾക്കണം. പക്ഷെ എന്നോട് ഉണ്ടാവില്ല. ആ അത് ശരി. പിന്നെ അവിടെ വിട്ട് ഇവിടെ പിടിച്ചെങ്കിൽ പിന്നെ ഞാനില്ലാതെ കോംപ്രമൈസ് ചെയ്യാൻ പോകും. ബാംഗ്ലൂർ പറയാനില്ല, അതുകൊണ്ട് പുറത്താണെന്ന് പറഞ്ഞു. സംഗതി നമ്മൾ വിചാരിച്ച പോലെ ടെക്നിക്കൽ വിളിച്ചോ റാൻഡമായി സംഭവിച്ചോന്നല്ല. കഴിഞ്ഞ 1 വർഷത്തിനിടയ്ക്ക് ഏകദേശം 10 കോടിയോളം രൂപയാണ് എന്റെ പാസ്കി ഉപയോഗിച്ച് മാത്രം ഡെഡ് ഓർ ഇനാക്റ്റീവ് അക്കൗണ്ട്സിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നു. ഞാൻ സിസ്റ്റം ചെക്ക് ചെയ്തു നോക്കി. ആരും അന്വേഷിച്ചില്ലെന്ന് ഉറപ്പുള്ള അക്കൗണ്ട്സിൽ നിന്ന് 100 അക്കൗണ്ട്സിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. 10 കോടി ടു. Jerry, I don't understand. സിധു, ഫോർ എക്സാമ്പിൾ തന്റെ നാട്ടിൽ തിരുവല്ല ഏരിയയിൽ മാത്രം
ഏകദേശം 6000 കോടിയോളം രൂപയാണ് അവകാശമില്ലാതെ പല അക്കൗണ്ട്സിൽ കിടക്കുന്നത്. അപ്പോൾ ചെന്നൈ പോലെ ഒരു വലിയ സിറ്റിയുടെ കാര്യം താങ്കൾ ആലോചിച്ച് നോക്കി. ഇങ്ങനത്തെ അക്കൗണ്ട്സ് ടാർഗറ്റ് ചെയ്ത് ഒരാളും അല്ലെങ്കിൽ ഒരു സിൻഡിക്കേറ്റർ ഇറങ്ങി തിരിച്ചാണ്. വെങ്കടേഷിൻ്റെ അച്ഛൻ്റെ ഇതുപോലത്തെ അക്കൗണ്ട്സ് അവർ ഹാക്ക് ചെയ്താണ്. ഇത്തരത്തിൽ ഇനാക്റ്റീവായ പണമുള്ള അക്കൗണ്ട് ഡീറ്റെയിൽസ് ചോർത്തി കൊടുക്കുക. ബാങ്കിൽ തന്നെ അവർക്ക് ഇൻസ്റ്റന്റ് ഹാപ്പണല്ലോ. നമ്മുടെ ബാങ്കിന്റെ ഇന്റേണൽ സിസ്റ്റത്തെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള ഒരാളും. நமக்கும் முத்தக்காவுக்கும் நேத்துல இன்னைக்குல 50 வருஷம் கூட்டணி. அந்த நம்பிக்கையில தான் எங்களை ஆட்சியில் உட்கார വില്ലന്റെ ഇൻട്രസ്റ്റ് முதல்ல போய் சொல்லு, இந்த உடம்புல கடைசி உசுர் இருக்கிற வரைக்கும் இந்த 24 எம்எல்ஏல ஒருத்த கூட அவன்கிட்ட போய் சேர மாட்டான். தலைவரே, கொஞ்சம் உணர்ச்சி வசப்படாம இதுல என்ன லாபம்னு கொஞ்சம் யோசிச்சு பாருங்களா. ரங்கசாமி, நீ இதுல தலையிடாத. உனக்கு இந்த பினான்ஸ் மினிஸ்டர் பதவி கொடுத்து முற்போக்கு தமிழ் கட்சி தான். இந்த கட்சிக்கு துரோகம் செஞ்சு நீ சிஎம் ஆகலாம் அவன் சொல்லியிருப்பான். எம்எல்ஏ இருந்தா தானே நீ சிஎம் ஆக முடியும். ரொம்ப கனவு காணாத. தலைவரே, டோன்ட் டேக் டிசிஷன்ஸ் இமீடியட்லி. வெற்றி சார் உங்களை நேரில் வந்து பார்ப்பாரு. அதுக்கப்புறமா எந்த முடிவு வேணாலும் எடுங்க. பெரிய வெற்றிவேல் சாரு அவன்கிட்ட போய் சொல்லு, தங்க சாமியை கொண்டு வந்தாலும் என் வீட்டுக்கு அது திறக்காதுன்னு. അങ്ങനെ ഹെലികോപ്റ്ററിലായിരുന്നു. നമ്മൾ അടിച്ചത് എല്ലാവരും പോയി. உன்னோட கட்சியில் உள்ள 24 எம்எல்ஏகளையும் நான் வாங்கினேன். உனக்கு தெரியாம இந்த ஆட்சியை என்னால மாற்ற முடியும். ஆனா எனக்குன்னு ஒரு வழி இருக்கு. வெற்றிவேல் சண்முக சுந்தரத்துக்கு வெற்றி மட்டும்தான் வேணும். அதுக்கு எதிராக யார் வந்தாலும் கொண்டுருவேன். கடவுளே ஆனாலும். இது நம்பி இருக்க மக்கள் தான் எனக்கு உயிர். என் உயிரை கொண்டாந்து அவங்க எடுத்து கொடுத்துருக்கேன். ஆளுங்கட்சியிலிருந்து 30 எம்எல்ஏக்கள் கட்சி மாறப்போவதாக தகவல் வந்து கொண்டிருக்கும் நிலையில் கட்சி மாறப்போவதாக கூறப்படும் 30 எம்எல்ஏக்கள் சென்னைக்கு வெளியே உள்ள ஒரு ரெசார்ட் ஒன்றில் ரகசியமாக தங்க வைக்கப்பட்டுள்ளனர். கட்சி மாறப்போகும் ஒவ்வொரு எம்எல்ஏக்கும் 100 கோடி ரூபாய் விலை என்று பேரம் பேசப்படுவதாக தகவல் வந்து கொண்டிருக்கிறது. தமிழ்நாட்டு அரசியலின் தலைவிதியை மாற்றி எழுதும் இந்த நடவடிக்கைக்கு பின்னால் இருக்கும் கிங் மேக்கர் யார் என்ற கேள்விக்கு மட்டும் இப்போது வரை பதிலில்லை. ഒരു ന്യൂസിന് വരുന്നുള്ളൂ കേട്ടോ. ரங்கசாமி ரொம்ப டென்ஷன்ல இருக்காரு. சிஎம்க்கு நம்ம மூமெண்ட்ஸ்லாம் எப்படியே தெரிஞ்சிருச்சு. அந்த பொம்பளை பண்ணதை மற்ற மீடியாக்காரங்க ஓப்பன் முடிச்சா நமக்கு என்ன பிரச்சனை பெருசா? துரை, உனக்கு ஒரு விஷயம் தெரியுமா? அந்த காலத்துல கடல் கொள்ளக்காரங்க வருஷ கணக்கு நேரத்தையே பார்க்காம கடல்லையே அலைவாங்க. நடுக்கடல்ல எப்ப என்ன நடக்கும்னு யாருக்குமே தெரியாது. அவங்க ஆமைகள் நிறைய கிடைக்கிற இடத்துல அதை பிடிச்சு ஒரு அறையில உயிரோட கட்டி தொங்க விட்டுருவாங்க. எதுவுமே கிடைக்காதப்ப அதுல இருந்து ஒன்னொன்னா எடுத்து சாப்பிடுவாங்க. சில சமயத்துல கூட்டத்தோட ஒத்து போகாத வகையிலும் அடிமைகள்ட்ட பிரச்சனை பண்றவங்களையும் கடலாமைகளோட சேர்த்து தொங்க விடுவாங்க. அப்புறம் மெதுவா கொல்லுவாங்க. ஆமையும் தீர்ந்தப்போ எங்களை கொஞ்சம் கொஞ்சமா பிச்சு திருப்பாங்க. I just love this one.
അപ്പോൾ ആ ന്യൂസ് റിപ്പോർട്ടറിനെ നോക്കിയിട്ടോ എനിക്കെന്താ മെയിൻലി കട്ടിങ് നല്ല ബിസിനസ്സാണ് അങ്ങനെ. Sorry. Thoughtless deeds should never go unpunished. That is the law of the pirates. And minus your hand. കട്ട് ചെയ്ത് Durai, Finance Minister Radhasamya Gopala. Tell him we are going to rule this state. That is my destiny. Nobody can change that. Nobody. ജോസെ നിന്റെ ഇവിടെ പോയില്ലേ? ഒന്നും പറയണ്ട പക്ഷേ നാട്ടിൽ വലിയ പ്രശ്നം. CI ഡേവിഡ് സാർ വിളിച്ചായിരുന്നു. ഞാൻ ചെന്നിറങ്ങി ഉടനെ എന്നെ വിളിച്ച് അകത്തിരുന്നാ വന്നിരിക്കുന്നത് റിമാൻഡ്. എനിക്കത് തല്ലുപൊടിയൊക്കെ ഓക്കെ എന്നല്ലാതെ ഈ ജയിലെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര പേടിയാണ്. എനിക്കിവിടെ കുറച്ചാൽ നിന്നേ പറ്റുള്ളൂ. കൊച്ചു വിചാരിച്ചാൽ എന്തെങ്കിലും ഒരു പണിയോട് ഒപ്പിക്കാൻ പറ്റും. ജോസെ അതിപ്പോ ബാങ്കിൽ വന്ന് വിളിച്ചാൽ ஏய் எல்லா பேங்க்ல எழுதி லோன் எடுக்க மாட்டல உன்னை சும்மா விட்டுல எடுத்தியா ஏய் போய் அவன் புதிய ஒரு காசு எழுதி வாடா போடா ஏய் ஆனந்த எங்க போறேன்னு புல்லா வர வேண்டிய பாத்துறோடா ഈ തല്ലും പിടിയല്ലാതെ ഒരു വേറെ പണിയാണ്. ഡ്രൈവർ ഒരുപാട് സെറ്റപ്പ് ഉള്ള എനിക്ക് ഈ സിറ്റിയിൽ എന്നെ വേറെ ആരെയും പരിചയമില്ല. സാറിന് അറിയാലോ. പെർഫെക്റ്റ് ടൈമിംഗാ. ഞാൻ ഇവിടെ ഒരു പേഴ്സണൽ ഡ്രൈവറെ തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. അടുത്ത് നിങ്ങൾക്ക് അറിയാവുന്ന ആളാണല്ലേ? ആ ഞാനാണോ ജോസ്? ഇയാള് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ തോന്നല്ലേ? ഡിസിപ്ലിൻ അത് സാറിന് വളരെ മുഖ്യമാണ്. സാറേ ഞാനൊരു അഭാവിയാ. ഞാനെങ്കിലും വഴക്കും പോക്കാനൊന്നും പോകാറില്ല. മാത്രല്ല സാറിന്റെ പ്രീമിയം ക്ലൈന്റ് ആണെന്നും വേറൊരു വഴിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ സാറിനെ ബുദ്ധിമുട്ടിക്കുന്നതെന്നൊക്കെ ചോദിച്ചു നന്നായിട്ട് അറിയാം. എന്ത് വേണം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കൈവിട മുടിയാതല്ലേ. വൈകുന്നേരം 6 മണി വരെയാണ് ഓഫീസ്. ഇന്ന് നമുക്കൊരു ഡ്രൈവറെ നോക്കാം. എനിക്ക് ഇഷ്ടപ്പെട്ട നല്ല ശമ്പളത്തിന് ഈ ജോലി സ്ഥിരപ്പെടും. ഇഷ്ടപ്പെട്ട മട്ട് കോർപ്പറേറ്റ് സാധനമാണ്. ഇവിടെ ലുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പാൻറ്റും ഷൂസും ടൈ ഒക്കെ വേണം. മേടിക്കാൻ റോഡ്, വഴികൾ, കുഴികൾ എല്ലാം ഗൂഗിൾ പറയും. അത് നോക്കിക്കൊണ്ട് ഓടിച്ചാൽ മതി. പിന്നെ ഒരു കാരണവശാലും ബോസിനോട് നേരിട്ട് സംസാരിക്കരുത്. കേട്ടല്ലോ? ശരി സാർ. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. എന്നോട് മാത്രം. അതാണ് സാറേ. ആവശ്യപ്പെടുമ്പോഴേ അതിനെ കാണാൻ വന്നിരിക്കട്ടെ. ഇല്ലണ ഞങ്ങളുടെ പുതിയ ഷോറൂമിന്റെ പണി ഉടൻ തുടങ്ങും. അതിന് അലന്റെ അർത്ഥത്തുക 25 ലക്ഷം. അത് കൊണ്ടുവന്നിട്ടുണ്ട്. അതെ ഞങ്ങളെ പണി തുടങ്ങാൻ അനുവദിക്കണം. பக்கத்திலிருந்து நான் எங்க இருக்கேன். இருந்தாலும் ஒரு வாட்டி கூட நீ என்னை பார்க்க வரல. எனக்கு ஆளை கூட்டதில்ல. எனக்கு ரொம்ப ஃபீல் ஆச்சு. அத ரேட் ஏற்றிதா. புது ரேட்டு 1 கோடி. സിംഗിൾ പേയ്മെന്റ്. 1 കോടിയോ? ഇത് ഞങ്ങളോട് ഉണ്ടാക്കാനാ? അത് നടക്കൂല. What the hell, man? I'm going to the boat. സാറേ എനിക്ക് സാറിനോട് വേഗം
ഉണ്ടാവും. എനിക്കൊന്നും വേണ്ട, ഒരു പറ്റിയായിരുന്നു. അപ്പോ ഒരു കൂടെ അധികം വാങ്ങിച്ചോ. 3 ദിവസം മഴ അടി നോക്കിയില്ലേ, പിന്നെ എങ്ങനെ പോകണ്ടേ? പക്ഷെ എന്റെ ബോഡിഗാർഡിന് പോകാൻ പോയില്ലേ? സമ്മതം. നിലവിട്ടൊക്കെ അവനും എല്ലാ പറയട്ടെ. Dicevamo. എല്ലാവരും കഴിച്ചു. അവർക്കിട്ട് നല്ല വില കൊടുത്തു. ബോസിനെ രക്ഷപ്പെടുത്തിയതുകൊണ്ട് എനിക്ക് സമ്മാനം കൊടുക്കണ്ട. എത്ര പേര് താമസിക്കുന്നുണ്ടോ? ഒരു 10-100 പേരുണ്ടോ? എന്താ വയ്പ്പിക്കണോ? ഇത് ആൻഡ്രസാറിന്റെ സ്വന്തം ഫ്ലാറ്റാ. ജോസിനെ അത്രയും ബോധിച്ചുകൊണ്ടാണ് ഇവിടെ കയറി താമസിച്ചോളാൻ പറഞ്ഞത്. എന്നാ വിളിച്ചോ. അപ്പൊ പറഞ്ഞാലേ ജോസോട് ഒച്ച കേട്ടോ. ചിലപ്പോൾ ഞാൻ അമ്മച്ചനെ കൊണ്ടുവരും. ഇത്രയും വലിയ ഫ്ലാറ്റൊക്കെ കിട്ടിയതുകൊണ്ട്. ഒരു പാട്ടാട്ടോ, ജസ്റ്റ് അടിച്ചു വിടുന്നുണ്ട് ചെറുത്. ചെന്നൈ ബേസിലേക്ക് സ്ഥലം മാറ്റാൻ എന്നോട് ഞാൻ ക്ഷണിച്ചൊന്നും വിചാരിക്കണ്ട. നിനക്കാൻ പറ്റിയിട്ടുണ്ട്. ഓ, വലിയമാവ തരുന്ന വായിച്ചപ്പോ ഞാൻ ഒരു ടിപ്പർ ലോറി വാങ്ങിട്ട് വരും. ഏതായാലും ഞാൻ വലിയമാവോട് ക്ഷണിച്ചു. ഞാനൊരു കാര്യം പറഞ്ഞാൽ പറ്റി വേറെ വല്ലതും വിചാരിക്കും. എനിക്ക് എന്നെ ജോസേട്ടായെന്ന് വിളിക്കുന്ന ഇഷ്ടം. ജോസിനെ ജോസായിട്ട് തന്നെ വിളിച്ചു. ആ പഴംപൊരി നല്ല ചൂട് പഴംപൊരി. തെളിയോ റീൽ മാറ്റി കാർട്ടൂൺ ആക്കിയോ? കാർട്ടൂൺ അല്ല, കോമിക്സ്. നീ പിള്ളേരെ മുന്നിൽ വെച്ച് നാണം കെടുത്താതെ അതവിടെ വെച്ചിട്ട് അടുക്കള പോടാ പോത്തെ. പുതിയ കൂട്ടുകാർക്കിട്ട് ഇപ്പൊ എന്നെ കണ്ടോളാം. അതിപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിള്ളേരെ കണ്ടതിന് ശേഷം അമ്മച്ചി ഞാൻ എന്ത് ചെയ്താലും കുറ്റമാണ്. എന്നെ ഭയങ്കര വഴക്കം പറയും. അതൊക്കെ ചുമ്മാതാ. നമുക്ക് എല്ലാവർക്കും അറിയാം ജോസയുടെ മമ്മാസ് ബോയാണ്. എന്നാ പിന്നെ ജോസേട്ടായിക്ക് എല്ലാവരും പോലെ ഒരു കല്യാണമൊക്കെ കഴിച്ച് ജീവിച്ചുകൂടായിരുന്നു? അതൊന്നും പറഞ്ഞാൽ കുറച്ചൊരു മനസ്സിലാകില്ല. പക്ഷേ അതൊക്കെ മുട്ടൻ കഥയാണ്. അത് നമുക്ക് മനസ്സിലാത്തൊരു കഥ. അത് പറഞ്ഞാൽ മുഴുവൻ ലാഗാണ്. ലാഗ് എടുക്കിയത് പറ ജോസേട്ടായി. ഉരുളുപൊട്ടൽ അത് കേട്ടു. നീ കിഴക്കമലയിലെ താമസം. എനിക്കൊരു 5-8 വയസ്സുണ്ടാവും. മലയുടെ ചെരുവിലായങ്ങൾ വീണേ. ക്രിസ്മസ് നാളില ഞാനും അമ്മയും വീടിനകത്തും അപ്പനും പെങ്ങളും കൂടെ വരാതിരിക്കുക. അങ്ങനെ കുറേ നേരം കഴിഞ്ഞു.
ഞങ്ങളുടെ വീടിന്റെ മുമ്പിലെ മല ഞങ്ങളുടെ നേരെ ഇനി വരുവാ. വീടിന്റെ പുറത്തോട്ട് കയറി താഴോട്ടൊക്കെ പോയി. അടിയും മുതൽ ചെടിയും വെള്ളവും. ഞങ്ങളിങ്ങനെ മണ്ണ് നടന്ന് ഇവിടെ വരെ ഞങ്ങൾ ശ്വാസം വിട്ടിട്ട് പോയി. ഞാൻ വിചാരിച്ചു ചത്തുപോകും. ചവിട്ടുമ്പോൾ താഴോട്ട് പോകും. ചെടിയല്ലേ താഴെ. അവിടെ ഇങ്ങനെ പോകുമ്പോൾ ഞാൻ നോക്കിയപ്പോൾ അമ്മയുടെ കൈയുണ്ട്. ഇങ്ങനെ നിൽക്കും. ഞാൻ നമ്മുടെ കൈ കയറി പിടിച്ചു. അപ്പൊ ഇങ്ങനെ പിടിച്ച് എന്നെ മേലോട്ട് കയറ്റി. അങ്ങനെ നേരെ വെളുക്കുന്നവരെ അമ്മത്. അപ്പൊ എങ്ങനെ നിന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. നാട്ടുകാരൊന്നും വീട്ടിൽ കയറി. ഞങ്ങൾ രണ്ടുപേരെ പുറത്തെടുത്തു. നമുക്ക് ബോധമൊന്നുമില്ല. പിന്നെ വെള്ളമൊക്കെ തെറിച്ച് ബോധമൊക്കെ വന്നു. പക്ഷേ അപ്പനും പെണ്ണും പിന്നെ കുറെ നാളിങ്ങനെ അമ്മയുടെ കൈ നെഞ്ചത്ത് ചായണ്ടാണ് പറഞ്ഞത്. പള്ളിയിൽ അച്ഛനെ കൊണ്ടുപോയി കൗൺസിലറെ കാണിച്ചപ്പോൾ എന്തോ ഡ്രാമ റിലീസാകണം. എൻ്റെ കാണുമ്പോൾ മനസ്സിൽ എന്നാത്തിനെ ഞാൻ ചത്തവരോട് അപ്പോഴേ ക്ഷണിച്ചു. പക്ഷെ ചത്തങ്ങ് ചെല്ലുമ്പോൾ പുള്ളിക്കാരോട് ഇതിന് സമാധാനം ചോദിച്ചേ ജോസ് പുള്ളിക്കാരോട് വാങ്ങിയിട്ടു. അത് വരെ ഇതെന്തതിന്റെ കഥ. அப்போ உங்களுக்கு ஒரு பேங்க்ல அக்கௌண்ட் இல்லையா? இல்ல 6 மாசமா அவருக்கே உடம்பு முடியலங்க. வேலைக்கும் போகல. மருந்து வாங்க கூட காசு இல்லைங்க. அப்புறம் எங்கங்க அக்கௌண்ட் ஆலாம்? இந்த ஆதார் கார்டு உங்களுக்கு தானே? ஆமாங்க. இதை வேற எங்கேயாவது கொடுத்துருக்கீங்களா? ஒரு வருஷத்துக்கு முன்னாடியே ஒரு கம்பெனில ஆதார் கார்டு கொடுத்தாதான் வேலைக்கு சேர்த்துக்குவோன்னு சொன்னாங்க. அங்கதாங்க கொடுத்தோம். நீங்க எங்க வேலை செஞ்சீங்க? பக்கத்துல ஒரு கம்பெனில கூட்டி பேக்கிற வேலை தாங்க பார்த்தோம். பசங்களுக்கு வச்சுங்க. இல்ல வேணாங்க. பரவாயில்ல வச்சுங்க. Jerry, what are you implying? Ma'am, it's a huge scam. നമ്മുടെ ബാങ്കിലെ RBIക്ക് ഇന്റിമേഷൻ കൊടുക്കാത്ത ലോങ് ടേം ഇനാക്റ്റീവ് ആയിട്ടുള്ള അക്കൗണ്ട്സിൽ നിന്ന് ഏകദേശം 60 കോടിയോളം രൂപയാണ് ട്രാൻസ്ഫർ ആയിരിക്കുന്നത്. പല സമയത്തായി പലരും പാസ് കീ ഉപയോഗിച്ചു. What? യെസ് മാം. ടാക്സ് ലാബില്ലാത്ത ചെറിയ അമൗണ്ട്സ് ആയി നൂറുകണക്കിന് അക്കൗണ്ട്സിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ചില അക്കൗണ്ട്സ് നമ്മുടെ ബാങ്കിലുണ്ട്. ഞാൻ പലരെ പോയി കണ്ടതാണ്. എല്ലാം സാധാരണക്കാരാണ്. ഇവർക്ക് ആർക്കും അറിയില്ല ഇവരുടെ പേരിൽ ഇങ്ങനെ അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ക്യാഷ് വന്ന കാര്യം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ക്രോസ് ചെക്ക് ചെയ്തു. എല്ലാ അക്കൗണ്ട്സും ഓൺലൈനായി ഓപ്പൺ ചെയ്ത് വെരിഫിക്കേഷൻ ബൈപ്പാസ് ചെയ്താണ് ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് നമ്മുടെ ബാങ്കിനുള്ളിലുള്ളവരെ ഹെൽപ്പും അവർക്ക് കിട്ടിയിട്ടുണ്ടാവും. മാഡം, ഇതിലെ ഐറണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണം ട്രാൻസ്ഫർ ചെയ്ത എല്ലാ അക്കൗണ്ട്സിൽ നിന്നും അതേ ദിവസം തന്നെ ഫുൾ എമൗണ്ട് ക്യാഷ് ആയി വിട്ടുപോയത്. What is this guy got to do with all of this? വെട്രിവേൽ ഷൺമുഖസുന്ദർ. ഈ നഗരത്തിൽ നടക്കുന്ന പല വൻ ഡീലുകൾക്കിടെ ഇന്ന് ഈ പേര് കേൾക്കുന്നതാണ്. സ്റ്റേറ്റിൽ നടക്കുന്ന പല മെയിൻ ബിസിനസ്സുകളും വെട്രിവേൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ പേരിലാണ്. ഞാൻ റാൻഡമായി ചെക്ക് ചെയ്ത അക്കൗണ്ട് ഹോൾഡേഴ്സ് തമ്മിൽ ഒരേ കണക്ഷനുള്ളൂ. ഇവരെല്ലാവരും വെട്രിവേലിലെ ഏതെങ്കിലും സ്ഥാപനത്തിലെ ലോ ഗ്രേഡ് വർക്കേഴ്സായിരുന്നു. ആധാർ ഉൾപ്പെടെയുള്ള പല ഡോക്യുമെന്റ്സും അവർ വാങ്ങി വെച്ചിട്ടുണ്ട്. കേട്ടിടത്തോളം he is a born criminal, a psycho. Criminal. Let's forward this to the police, sir. Let me consult the legal team immediately. മാം, എനിക്കൊരു 2 ദിവസത്തെ സമയം തരണം. ഈ വെട്രിവേൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിലെ ഒന്നിന്റെ മേജർ അക്കൗണ്ട് എൻ്റെ ഫ്രണ്ടിന്റെ ബാങ്കിലാണ്. കമ്പനി എങ്ങാനും കൊളാപ്സ് ആയ ബാങ്ക് ക്രൈസിസിലാവും. അതെനിക്കൊന്ന് വാൺ ചെയ്യണം പ്ലീസ്. വെട്രിവേലിന്റെ ആളാണ് ഈ ബാങ്കിലെ മാനേജർ കേട്ടോ. ഇങ്ങനെ മെസ്സേജ് പോയി നോക്കുക. ആരുടെ ഫോൾട്ടോ ഉണ്ട്. Kaveri? காவேரி, ஃபண்ட் ட்ரான்ஸ்ஃபர் ஆகிறதுக்கு முன்னாடி ஆட்டோ நோட்டிஃபிகேஷன்ஸ் ஆன் பண்ணதான் சொன்னேன். How did this happen? Sorry, sir. It was an unfortunate technical error. ഇവള് കാര്യമാണപ്പോ മെസ്സേജ് പോയത്.
What's his name, eh? ജെറി മാത്യു. ചെറിയ മാച്ച്. ഇത് വേറെ എന്നാ ഇവിടെ വെച്ചിട്ടുണ്ട്? அதுக்கு ஸ்டேட்மெண்ட் பார்க்கணும். ഓക്കെ. എനിക്ക് അച്ഛനായിട്ട് കാര്യം പറയാനുണ്ട്. ഹലോ, ആ കേരളത്തിൽ ചിട്ടിയുടെ ഫയൽ എവിടെയാ? ആ പിന്നെ മറ്റേ ശ്രീലങ്കൻ കമ്പനിയുടെ PDF എടുത്ത് കൊണ്ടല്ലോ. പ്ലീസ് പറയുന്നൊന്ന് കേൾക്കും. ഇതും ഉപ്പിൽ കേൾക്കുന്നത് ദേഷ്യത്തിൽ. ആ ഫോട്ടോയിൽ എല്ലാ ഡോക്യുമെന്റ്സ് ഇല്ലല്ലോ. എന്നാ ജോസിലെ ഇതവിടെ. ഞാനിവിടെ ഒരു ഇടപെടൽ നിൽക്കുക. എന്നാ കാര്യം പറ. ജോസിലെ എനിക്ക് ഹിന്ദുവിനെ ഒന്ന് കാണും. കുറച്ച് അത്യാവശ്യമായിട്ട് കാര്യം പറയണ്ടായിരുന്നു. എന്നാ കാര്യം പറ. ശരി, ജോസേട്ടായി വന്നാൽ ചിലപ്പോ ഹിന്ദു എന്നോട് സംസാരിക്കുമായിരിക്കും. നീ നേരെ ഫ്ലാറ്റിലോട്ടു. ഞാനൊന്ന് തീർത്ത് വരാം. ഇന്ന് രാത്രി ഞാൻ പോലീസ് പോകാം. എന്നാ ശരിടാ, ശരി ഓക്കെ. ലേറ്റ് ആവല്ലേ? ഇല്ലടാ. ഓ, എൻ്റെ പുറകിൽ ആരൊക്കെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായിട്ടോ. രാജ്യത്തിന് രക്ഷപ്പെട്ടിട്ടോ. നമ്മൾ ജോസേട്ടൻ ഫ്ലാറ്റിലെത്തി. വാതിൽ തൊണ്ട് വെച്ച് നടക്കാൻ പോയത് പോയിരുന്നു പറഞ്ഞാൽ എന്നെ പറ്റി മനസ്സിലാകത്തില്ല. ഓ, കവലയ ടീംസ്. இந்த விழாவுக்கு பழி வாங்காம போனதா சரித்திரமே கிடையாது. വാങ്ങിക്കൊണ്ട് പോകത്തേ ഉള്ളൂ. ഇപ്പൊ എനിക്കാണ് നേരമില്ല. വേറെ സ്ഥലം കാലിയാക്കി. ഈ ഫ്ലാറ്റ് എന്റെ ആൻഡ്രൂ സാർ എനിക്ക് തൽക്കാലത്തേക്ക് തന്നിട്ടുണ്ട്. ഈ കാണുന്ന ഫർണിച്ചർ മുഴുവൻ നല്ല വില കൂടിയതാണ്. ഇതിൽ ഏതെങ്കിലും ഒരു പൊട്ടു വീണ തല ഞാൻ തല്ലി കൂട്ടി. അത് നോക്കിയാണ് சண்டையே இன்னும் ஆரம்பிக்கல. அதுக்குள்ள எங்கேயா போறேன்? இந்த மாதிரி கண்டிஷன்லாம் ஃபைட் பண்ண முடியாது. இல்லடா, ரிசைன் பண்ணிக்க. என்ன விடுங்க. നിന്നോട് ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ ഒന്നും തനി പിടിക്കുന്നു. നീ കേട്ട ആരടിച്ചാലും നിന്റെ താലറ്റി പിടിക്കുന്നു ഞാൻ പറഞ്ഞല്ലേ. അറിയിക്കുന്നു വേറെ എവിടെ കണ്ടു. நான் கரெக்டா பண்ணிடுவேன். അമ്മച്ചി വന്നായിരുന്നു. ഇത് നമ്മുടെ ആൻഡ്രൂ സാറിന്റെ ആളുകളാണ്. ഈ ടൈൽസ് മറ്റൊന്നും പറഞ്ഞായിരുന്നേ. അതിന്റെ അളവെടുക്കാൻ വന്നതാ. അളവെടുത്തെടുത്തെടുത്ത് ഇവിടെ തട്ടി ഇവിടെ ആ ഗ്ലാസ് പൊട്ടിച്ച് ഞാൻ വഴക്കം വെച്ചിരിക്കുമ്പോഴേ അമ്മച്ചോ. ഇത് മാനേജരാ മാനേജർ. അമ്മ അവനും അമ്മായിയൊന്നും അല്ല. അവന്റെ ഒറ്റ മോനാ. ഞാൻ അവന്റെ പെറ്റമ്മേ. இதுக்கு நிறைய இது ஒன்றும் போதுமில்ல. എന്നതാണ് ഇവൻ ചൊല്ലിയിട്ട് പോലെ? അതിന് പോലീസ് നമ്പർ വരേണ്ടി വരുമെന്ന് പറയുന്നത്. ശരി എന്നാ കാപ്പി എടുത്ത് ഞാൻ എടാ ജോസേ, ജെറി എന്തിയാടാ? അവരെ തൊട്ട് നേരത്തെ കയറിയായിരുന്നല്ലോ. ഈ ചെറുക്കൻ്റെ ഒരു കാര്യം ജെറിനെ കാണാനില്ല കേട്ടോ ഫ്ലാറ്റ്. എന്നാടാ? ഓ, ജെറിനെ ആരോ കൊന്നു കേട്ടിട്ടിരിക്കാം കേട്ടോ.
ജെറി മരിച്ചു. പ്രൈമറി ഇൻവെസ്റ്റിഗേഷൻ പറഞ്ഞത് ഇത് ഒരു തർക്കമായി தெரியுது. ஜெரி அவருடைய அப்பாவுக்கு அமிச்ச வாட்ஸ்அப் மெசேஜஸ் எல்லாத்தையும் நாங்கள் செக் பண்ணோம். லவ் ஃபெயிலியர்னால தற்கொலை பண்ணிக்கிட்டு தான் நாங்கள் முடிவு பண்ணியிருக்கோம். அப்புறம் நீங்கள் சொன்ன அது இல்லை ஆட்டோ இல்லை இஸ் ஆப் சாரி. ஆனால் ஸ்ட்ரேஞ்சான விஷயம் என்ன தெரியுமா, சூசைட் பண்ணணும் சார். எதுக்கு அவருடைய ஃப்ரெண்டோட ஃப்ளாட் செலக்ட் பண்ணணும்? நீங்கள் 2 வாரத்துக்கு எங்கேயே ഒരു போகும். പോലീസ് തീരുമാനിച്ചു കേട്ടോ. സൂസൈഡ് അല്ല, മറ്റവന്മാരെ കൊന്നതാട്ടോ. അത് ഇവർക്ക് അറിയില്ല. നീയായിരുന്നതാ ശരി. മക്കളെ അവർ ആഗ്രഹിക്കുന്നവർ ജീവിക്കാൻ വേണം. ജാതിയും മതവും നമ്മുടെ ഈഗോയും ഒക്കെ നോക്കിയാൽ ഇതുപോലെ ചിലപ്പോ എന്നെ പോലൊരു പാവായിരുന്നു. അവനെങ്ങനെ ഈ ദുർബുദ്ധി തോന്നി? മോനെ എനിക്കൊന്നും അറിയില്ല കേട്ടോ. എന്നോടുള്ള വിഷമം കൊണ്ടാണ് അങ്ങനെ പോലെ എന്റെ വീട്ടിൽ നിന്ന് പോയി. അപ്പൊ ഞാൻ കാലാകാലം ഓർത്തോളൂ. അത് നേരത്തെ വന്നാൽ മതിയാ, അല്ലെങ്കിൽ ആൻഡ്രൂ സാറിന്റെ വീട്ടിൽ വെക്കാൻ പറഞ്ഞാലും മതിയാ. ഇങ്ങനെ ഇത്രയും പാവമാണെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ എന്റെ ഭർത്താവ്. ഈ പാവമൊക്കെ ഞാനിവിടെ കൊണ്ട് ജോസേട്ടായി പറഞ്ഞു പറയണം ചെറുക്കൻ. വേനായി രൂപ ഹാർഡ് ക്യാഷാ കൊടുക്കണം. ബാക്കിയുള്ള 1000 கோடி MLA கவர்னரை பார்த்து அக்செப்டன்ஸ் லெட்டர் கொடுத்தப்புறம் அவங்க எந்த சொல்றாங்களோ அவங்க கொடுத்துடலாம். எம்எல்ஏங்களை மறுபடியும் கட்சிக்குள்ள எடுத்துறதுக்கு சிஎம் எல்லாரையும் பார்க்குறேன். என் கட்சிக்காரன்றதால நான் சொல்லலை. எந்த பக்கம் அதிகமாக பணம் கொடுக்குறாங்களோ அந்த பக்கம் எம்எல்ஏலாம் போயிடுவாங்க. அவங்களுக்கு அவங்களோட வேலை என்னன்றது தெரிஞ்சிருச்சு. எக்ஸ்பீரியன்ஸ் വരുന്നുണ്ട്. What's wrong with that? சாகிறதுக்கு முன்னாடி சரி வராத நேரில் பார்த்துருக்கான். It is possible that they might have discussed about this. Who is they? Not he. She. நம்மளோட அக்கௌண்ட்ஸ் ஜாஸ்தியாக இருக்கிற ICB பேங்க் மேனேஜர் ஒன் இந்துலேகா. Okay. I will take care of her. You just finish what you started. അവൻ കണ്ടിട്ടുണ്ട് അവൻ്റെ ഡീറ്റെയിൽസ് വിളിക്കാറുണ്ട് കേട്ടോ. Excuse me. Miss Indulekha, we are from head office. Very sorry to inform you that your position has been terminated. What? Why? உங்களுக்கு ஒரு official termination letter. அதுக்கான ரீசன் தான் இதில் மேட்ச் பண்ணிருக்கு. உங்களுக்கு அக்கௌண்ட் ஃபைல் பெனிஃபிட்ஸ் and settlement. അവൻ്റെ ജോലിയിൽ നിന്ന് തിരിച്ചു കിട്ടും. Can't be please. It's company card, I believe. So, but this reason is irrelevant. I can explain this. Excuse me. Car key and ID please. Thank you. ഓ, അപ്പം നമ്മുടെ പാർട്ട് 2 ഇവിടെ അവസാനിക്കണം കേട്ടോ. അപ്പോൾ ഇതിൽ
സംഭവം പറഞ്ഞാൽ നല്ല കോമഡി ആയിട്ട് തന്നെ ഫസ്റ്റ് അങ്ങനെ പോകുന്നുണ്ട്. പക്ഷേ കാര്യങ്ങൾ പിന്നെ സീരിയസിലായിട്ട് കൊണ്ട് കിടക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് സ്കാമും കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ വില്ലനായ രാജ്ബി ഷെട്ടിനെയും കാണിക്കുന്നുണ്ട്. ഇങ്ങനെ അക്കൗണ്ടിലൊക്കെ ആരും ഇല്ലാത്ത അവരുടെയൊക്കെ അക്കൗണ്ടിൽ നിന്ന് പൈസ മോഷ്ടിക്കുന്ന ഏർപ്പാടാണ്, സ്കാം ഓൺലൈൻ തട്ടിപ്പും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ജെറി ഇതൊക്കെ കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കണ്ടുപിടിച്ചെന്ന് പറഞ്ഞിട്ട് ജെറിനെ അവർ തട്ടിക്കളയുന്നുണ്ട്. പക്ഷേ ഇതൊന്നും നമ്മുടെ നായകനായ ജോസിനും നായികയ്ക്കും ആർക്കും അറിയുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ജെറി ആണെങ്കിൽ മരിക്കുന്ന മുമ്പ് നമ്മുടെ നായകനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ കാര്യം നമ്മുടെ വില്ലന്മാരെ അറിയുന്നുണ്ട്. അപ്പോൾ അവളുടെ ജോലി കളയുന്നുണ്ട്. അപ്പോൾ അത്രയും കാര്യമാണ് ഇതിലുള്ളത്. അപ്പോൾ ഇത് നല്ല ഇപ്പോൾ സീരിയസും കാര്യങ്ങളായിട്ട് നല്ല സിനിമ നല്ല മൂഡിൽ തന്നെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പാർട്ട് 2 ഇത്രയേ ഉള്ളൂ. അപ്പോൾ പാർട്ട് 3ക്ക് വേണ്ടി ആരൊക്കെ വെയിറ്റ് ചെയ്യുന്നുള്ളത് താഴത്ത് കമൻറ്റായി രേഖപ്പെടുത്തുക. നമ്മൾ ഉടൻ തന്നെ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ബാക്കി നാളെ.